ബ്ലോഗർ സിജോ. അപ്പം എല്ലാവരും ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും നമ്മൾ നമ്മുടെ പഴയ സ്വർഗം ഫിഷ് പാർക്കിൽ വന്നേക്കാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ മീൻപിടുത്തം ആണ് മെയിൻ ആയിട്ട്. അതെ, ഇന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഓഫർ ഞങ്ങളത് ചിങ്ങം 1 17-ാം തീയതി കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ആ കിടിലൻ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി വന്നു തുടങ്ങുന്നുള്ളൂ. ഞങ്ങൾ ഇച്ചിരി നേരത്തെ എത്തി. അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ മീൻ അതിന് 99 രൂപയാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്. മീൻ ഏതായാലും സാധാരണഗതിയിൽ ഇവിടെ 2-3 കാറ്റഗറിയാണ് ഉള്ളത് ഫിഷിനൊക്കെ. പക്ഷെ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മീൻ പിടിച്ചു കഴിഞ്ഞാലും 1 കിലോ 99 രൂപയ്ക്ക് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അതായത് കടയിൽ പോലും മേടിക്കാൻ ചെമ്പല്ലിയെ കിട്ടുന്നതിന് ഭാഗ്യമുണ്ടെന്ന് അർത്ഥം. അതെ. അപ്പോ വൺസ് അഗൈൻ വെൽക്കം ടു ബ്ലോഗർ സിജു. ഇന്നത്തെ അന്നദാനം നല്ല മോനെ. ഇന്ന് ഇവിടെ ഞങ്ങൾ മീൻ പിടിച്ചിട്ടേ പോകുന്നുള്ളൂ. നമ്മൾ മീൻ പിടിക്കുന്ന വീഡിയോ ഉണ്ട് ഇതിന്റെ കൂടെ തന്നെ. ഇന്ന് ഞാനും കൂടെ ഉണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ടും കിട്ടും. എന്ത് മീന് സാധാരണ ദിവസങ്ങളിൽ ഇവിടെ പിന്നെ പിടിക്കുന്ന മീനിന്റെ റേറ്റ് ഒക്കെയാണ്. വാള, ഗിഫ്റ്റ് തിലോപ്പിയൊക്കെ 200 രൂപയാണ്. ചെമ്പല്ലി, കാർപ്പ്, കട്ട്ല, റോഹ്, നെക്ടറൊക്കെ 250 രൂപയാണ്. പിന്നെ മലയാളത്തിലൊന്നും ഇംഗ്ലീഷാണുള്ളൂ. പിന്നെ ഇവിടുന്ന് ചൂണ്ട തരും, 30 രൂപയാണ് ചാർജ്. പിന്നെ 50 രൂപ ചൂണ്ടയുണ്ട്. രണ്ട് ടൈപ്പ് ചൂണ്ടയുണ്ട്. പിന്നെ അവിടെ നിബന്ധനകളൊക്കെ എഴുതിയിട്ട് കുട്ടികളെ സൂക്ഷിക്കുക, മൊബൈലൊക്കെ കുളത്തിൽ വിടാതെ സൂക്ഷിക്കുക, പിടിച്ച മീനെ തിരിച്ചുവിടാൻ അനുവദിക്കുന്നതല്ല, ഫൈൻ ഈടാക്കുന്നതാണ്. പ്രത്യേക ശ്രദ്ധയ്ക്ക്. പിടിച്ച മീനെ കൊണ്ടുപോയേ പറ്റുള്ളൂ. പിടിച്ച മീനെ കൊണ്ടുപോകാണ്ട് ഒരു രക്ഷയില്ല, അല്ലെങ്കിൽ ഫൈൻ അടിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒരു തണലൊരു സ്ഥലം നോക്കിയിട്ട് മെല്ലെ പോയിരിക്കാം. നമ്മൾ ഇച്ചിരി നേരത്തെ എന്ന് പറഞ്ഞില്ലേ, ഇനി ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നുള്ളൂ. അവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്തായാലും മീൻ കിട്ടുന്നുള്ളത് ഷുവറാണ്. പിന്നെ അതിന് നമുക്ക് വേറെ മീനിനകത്ത്. അപ്പം നമുക്ക് ഒരു സ്ഥലം പിടിച്ചിട്ട് അവിടെ പോയി ഇരിക്കാം ആദ്യം. അതന്നെ, ഇത് ആധുനിക ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള യന്ത്രമാണ്. ഇതിലാണ് നമ്മളിന്ന് മീൻ തൂക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യാണ്. വൈഡ് എടുക്കണേ. ഇതിന്റെ പകുതി എന്റെ കൈന്റെ പകുതി ഒന്നും വരരുത്. സത്യത്തിൽ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യാണ്. അപ്പൊ തീറ്റയൊക്കെ ഉണ്ട്. അപ്പൊ തീറ്റയൊക്കെ ബാക്കി ഇതിന്റെ പറയാൻ സെറ്റ് ചെയ്യാം. സാമ്പാർ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ, എല്ലാ സാധനങ്ങളുണ്ടല്ലേ. ടൈറ്റ് ചെയ്ത് വെച്ചാ പോരെ? ഏത് നേരത്തെ പിടിച്ചതാണോ? സെറ്റ് ചെയ്ത് ചേട്ടാ മേലെ ഇത് എവിടുന്നായിട്ടാ വലിക്കണ്ടേ? അത് ഞാൻ റെഡിയാക്കി തരാം. അത് അങ്ങനെ അയക്കാൻ പറ്റില്ല. അതിൽ ഓക്കണി. അപ്പൊ കോർത്ത് ഇനി നമുക്ക് ഇതിനകത്ത് കൊളുത്ത് കെട്ടണം. അപ്പൊ കൊളുത്ത് കെട്ടാം. അതിന് മുമ്പ് ഒരു ചൂണ്ട കൂടെ സെറ്റ് ചെയ്യാണ്ട് അതും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ. അതെന്താ ടൈറ്റ് ആയില്ലേ? ഇത് ടൈറ്റ് ആക്കണം. ഇത് ത്രെഡുള്ള ടൈപ്പാ. അപ്പൊ 2 എണ്ണം റെഡിയായി. ഇനി നമുക്ക് ഹുക്ക് കെട്ടാം. നീ ഇതിനകത്ത് സെറ്റ് ചെയ്തോ. അത് ഉരുട്ടിട്ട് സെറ്റ് ചെയ്തോ. കൊളുത്ത് പുറത്ത് കാണരുത്. കൊളുത്ത് മൊത്തം ഉള്ളിൽ പോകണം. അവിടെയൊക്കെ നല്ല മറച്ചില്ല. കണ്ടോ ദൂരെ ഇട്ടോ. പിടിക്കാൻ എളുപ്പാ. പൊങ്ങിട്ടിട്ടാണ് ഞാൻ പിടിക്കാൻ ഭയങ്കര ഈസിയാ. അങ്ങനെ പൊങ്ങിട്ട് കിട്ടിയാൽ ഈ മേലെ മറിയുന്ന മീനെ വിട്ട് പൊങ്ങിട്ട് ഒരു അരയടി താഴെ കൊളുത്തുകളൊക്കെ തിരിച്ചിട്ട് പിന്നെ കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് മീൻ കിട്ടും. നമുക്ക് അതിന്റെ അടിയിലുള്ള കട്ടിലെ ചെമ്പള്ളി ഉണ്ടെന്നൊക്കെ നോക്കാം. മേലെ മൊത്തം മറിയുന്ന വാളയാ. കയ്യിൽ കൊണ്ടുപോലേ? അപ്പൊ മീൻ പിടിക്കാൻ വന്നിട്ട് ഫസ്റ്റ് ഇതിന്റെ മീൻ കിട്ടിയിട്ടുണ്ട്. പച്ചരിക്കാർക്കാണ് കിട്ടിയത്. വലിയ മീനാണ്. ഞാൻ തൂക്കിയിട്ട് വെയിറ്റ് അത്ര കാണിച്ചു തരാം. കൊള്ളാം, നല്ല സൈസ് ഉണ്ട് കേട്ടോ. 1, 2, 3 അടി നീളം. വെയിറ്റ് ഫോട്ടോ എടുക്കും. 10, 11 കിലോ. 11. ഇല്ല, അപ്പൊ 11 കിലോത്തിന്റെ വാളയാണ് ഫസ്റ്റ് കിട്ടിയേക്കുന്നത്.
എന്തായാലും കൊള്ളാം, നല്ല അടിപൊളി സാധനം. ഉണ്ടാവോ? 9 അമ്പോ ഇത് പിടിച്ച ഇതാർക്ക് കിട്ടിയത്? ചേട്ടനാണ് മീൻ കിട്ടിയത്. ഈ മീനിനെ കിട്ടിയത് എനിക്കാണ്. അപ്പൊ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്, നല്ല പിടുത്ത പിടിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം എന്താ സാധനം എന്നുള്ളത്. ഇതുവരെ പുറത്ത് വന്നിട്ടില്ല, വാള തന്നെ ആകണം. എന്തേ? ഈ സാധനത്തിന്മേലാണല്ലേ അത്യാവശ്യം നല്ല മീൻ. മറിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഹെവി സാധനമാണ്. അപ്പുറത്ത് കിട്ടിയ പഴനിലുണ്ട്. പെട്ടെന്ന് കൈ മുറിഞ്ഞായി ഒരു 7-8 കണ്ടിട്ട്. ഞാൻ നിങ്ങളെ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് വന്നയാ. അത് ശരി, അപ്പൊ നഷ്ടായില്ലല്ലോ. അല്ല ഇങ്ങനെ സംഭവമാണ് ഞാൻ കഴിച്ചില്ല. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പറയാണ്ട് പറയോ പറയോ ഞാൻ ഇന്നലെ യൂട്യൂബില് ഇത് കണ്ടിട്ട് വന്നതാണ്. ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്ന ചേട്ടനാണ്. പുള്ളി KSRTC ജോലി ചെയ്യുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ അവിടെ ഓടി ഇങ്ങോട്ട് വന്നാണ്. ക്ലോസ് റോഡ് അതാ മീൻ എടുക്കുന്ന കിട്ടുന്ന എടുക്ക്. കാണാൻ വേണ്ടി അല്ല ഇതിനുള്ള ഇൻസ്റ്റോണ്ട് വെറുതെ ചൂണ്ടിട്ടോക്കാൻ അല്ലാണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ വെയിറ്റും ചെക്ക് ചെയ്ത് നോക്കാം. മിക്കവാറും പിടയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഉണ്ട് കേട്ടോ, കുറച്ചേരായി. നമ്മൾ 8 പറഞ്ഞ് 7 200 7 100 ആ റേഞ്ച്. ചേട്ടാ എന്റെ കയ്യിലേക്ക് വരും, അതിനെ കുറച്ച് വെച്ചിട്ട് ചൂണ്ടൊക്കെ ഉരുത്തരം. കൊണ്ട് അതിനകത്തേക്ക് എന്താണ് ഇതിനെ പറ്റി പറയൂ പ്ലീസ്. വലിയ വെയിറ്റ് ഇല്ല, 8 കിലോ ഉള്ളൂ, 7 കിലോ ഉള്ളൂ. അപ്പൊ നമ്മൾ സിംഗിൾ ഹുക്ക് ഒഴിവാക്കിയിട്ട് നമ്മൾ സ്പൈഡർ ഹുക്ക് ഇട്ടിട്ട് നോക്കാം. ഓക്കെ, ഇതല്ല അല്ലേ വീഴുന്ന വെച്ചാൽ എങ്ങനെ പോകുന്നത്? സിംഗിൾ ഹാൻഡ്. ഓ പൊളി മാൻ, പൊളി പൊളി പൊളി. ഓ 9 കിലോ. നമ്മളെ ജോബി ബ്രോക്കാണ് ഈ മീൻ കിട്ടിയേക്കണേ. നമുക്ക് വിദഗ്ധരോട് ചോദിക്കാം. പിന്നെ ഞാൻ ഇവിടെ വരെ വലിച്ചു കയറ്റിയതാണ് ഇപ്പൊ സിജോ ചേട്ടൻ വലിച്ചു കയറ്റണ. ചേട്ടായി ഹുക്ക് അത് ഹുക്കുണ്ട്. അപ്പം അടിച്ചു കൊടുത്തിട്ടുണ്ടേ. അപ്പൊ അതിന്റെ വെയിറ്റ് നോക്കാം നമുക്ക്. ഇവരെന്തൊരു ക്രൂരനാ നോക്ക്. എന്തേ ഹരീഷ് ചേട്ടന് കിട്ടിയ മീനാണ് ഗൈസ്. ഇത് ഹരീഷ് ചേട്ടന് കിട്ടിയേക്കണ മീനാണ്. രണ്ടാമത്തെ മീന്. ഇത് 2.5 കിലോ. 2.5 കിലോ 3 കിലോ 3. ഞാൻ കറക്റ്റ് പറഞ്ഞു പറഞ്ഞിട്ട് ഭയങ്കര തുള്ളിച്ചാട്ടിലാണ്. എന്തൊരു ഓർമ്മിക്കണം എന്റെ വ്ളോഗ്. മതി പോവാ. എന്താണ് സിജോനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ള കമന്റ് പറയും? സിജോനെ കൊണ്ട് നമുക്കൊന്നും പ്രത്യേകിച്ച് ഉപകാരം അല്ലെങ്കിൽ ഇവിടെ വന്ന മുഴുവൻ നാട്ടുകാർക്കും സിജോ ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. എന്താണ് നമുക്ക് സിജോനെ കുറിച്ചുള്ള കമന്റിലെ? അത് വലിച്ചോട്ടെ. ശരി വരും. ഇത് തവന്ന് കാണല്ലോ വാള തന്നെയല്ലേ? അനം പറയില്ല പോയോ? അതാ പോയില്ല. രണ്ടത്തേക്ക് വിൽക്കാരൻ നേരി നിർത്തി. 700 കിട്ടൂല. എടാ അപ്പുറത്തെ ഒരാൾക്ക് അപ്പുറത്ത് ഏതാ അടിച്ചേ? അവിടെ അപ്പുറത്ത് പിലോപ്പി അടിച്ചേ. അപ്പുറത്ത് ഒരു മീഡിയം സൈസ്. ഈ വാളനെ പിടിക്കാനേ പെട്ട പോലെ ഫിലോപ്പി പിടിച്ചു. സീരിയസ് ആയിട്ട് പറഞ്ഞ വാളനെ ഇങ്ങോട്ട് അടിപ്പിക്കാ നൂല്.
ബുക്കുണ്ട് നോക്കട്ടെ. മറിയോ അളിയാ ലോൺ എടുക്കാനുള്ള വകുപ്പായിട്ട് പിടിച്ചവര് കൊണ്ടുപോവുക. എനിക്ക് വേണ്ട വേണ്ടെന്നൊക്കെ നീ വേണ്ടെന്ന് പറയുന്നത്. മുടിഞ്ഞ റേറ്റഡാ ഇതൊരു എന്റർടൈൻമെന്റ് ഒന്നും പിടിക്കുന്നില്ലേ? 7,300. 7,300 കിലോ 99 രൂപ. ശിവചേട്ടൻ സ്പൈഡറിൽ ഫുഡ് സെറ്റായി കൊണ്ടുപോകാണ്. വാളയാണ് കണ്ടമാനം അടിക്കുന്നത്. ഉണ്ടാവൂലേ? അന്ന് ആ സീൻ കണ്ടിട്ടാണ് ഞാനും തകർന്നത്. എടുത്ത് എറിയുന്ന കണ്ടിട്ട് മറ്റേലും കൂടെ സ്പൈഡർ ഹുക്ക് ആയിക്കൂടെ? അത് വേണ്ട. ഇത് 8-9 കിലോ ഉണ്ട് കേട്ടോ സാധനം. അതിലടിച്ച് നമ്മുടെ ചുണ്ടലടിച്ചിട്ടുണ്ട്. എത്ര? 1.5 കിലോ അല്ലേ? 1.5 കിലോ അല്ലേ? ഒന്നര കിലോ മീനാണ്. അവസാനം അങ്ങനെ ഞങ്ങൾക്ക് 2 അടിച്ചു പിടിക്കാൻ കഴിച്ചു. ഒന്നോടെ ഒന്ന് തിരിച്ചു കുറച്ച് ചാടിയോ? നമ്മളെ ഇടുന്ന സ്പോട്ടാണ് ഗൈസ്. അപ്പം അടുത്തും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ കുളം. ഇതിലാണ് ഞങ്ങൾ മീൻ സേവാക്കിയത്. അപ്പൊ ഞങ്ങള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചൂണ്ടലിടുന്ന കണ്ടിട്ട് ഏതാണ്ട് 10-50ഓളം പേരുണ്ടല്ലേ ചൂണ്ടലിടാൻ? അതെ 50ഓളം പേരുണ്ട്. കുറെ പേർക്ക് എല്ലാവർക്കും കിട്ടിയതൊക്കെ വാളയാണ് അധികം കിട്ടിയത് വലിയ മീനില്. ഏറ്റവും കൂടുതലുള്ളത് വാള കേട്ടോ. ടോപ്പ് അടിച്ചത് 11.5 കിലോ. 11.5 കിലോ. പിന്നെ കിട്ടിയത് നട്ടർ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറെ പിലോപ്പി കിട്ടിയിട്ടുണ്ട്. ഒരു ആവറേജ് സൈസ് ആണ്. ഏറ്റവും ടോപ്പ് വാള 11.5 കിലോ. അപ്പൊ മച്ചന്മാരെ നമ്മളെ യാസീനെ യാദൃശികമായിട്ട് നമ്മൾ ഫിഷിംഗ് ലാൻഡിൽ വെച്ച് കണ്ടാണ്. യാസി മച്ചാൻ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ വെച്ചിട്ട് ആദ്യമായിട്ട് പിന്നെ കാണുന്നത്, പരിചയപ്പെട്ട്. അപ്പൊ മീൻപിടുത്തങ്ങൾ പരിപാടി എല്ലാം കഴിഞ്ഞ് അവസാനിപ്പിച്ച് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? ഇത് 2ാമത്തെ തവണയാണ്. ഓഫർ ഉണ്ട് നേരിട്ട് വന്നാ. ആണോ? എത്ര മീൻ കിട്ടി? ഇല്ല, ഇന്ന് മൂപ്പര് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കണോ മീനൊക്കെ എല്ലാം കൊടുക്കാൻ. എനിക്കിപ്പോ വൈകുന്നേരം 5:30 ആയപ്പോഴാണ് കിട്ടിയോ? ലാസ്റ്റ് കിട്ടി. 11,600 ടോപ്പ് അടിച്ച്. അതാരടിച്ച്? അത് നമ്മുടെ പത്രികാരൻ വന്ന അവിടെ തന്നെ കിട്ടിയ അടിച്ച്. ആ അടിച്ച തന്നെ. പിന്നെ അതിൽ താഴെ അടിച്ചിട്ടുള്ളല്ലോ. അല്ല 7 കിലോ ആവറേജ് ആ റേഞ്ചിൽ കിട്ടി. അപ്പൊ എല്ലാരും കണ്ടതിൽ വളരെ സന്തോഷം. നമുക്ക് വീണ്ടും പുള്ളി നമ്മുടെ ചാനലിന്റെ പേര് പിന്നെ വ്ളോഗർ സിജോ എന്നാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. കണ്ടിട്ടുണ്ട് വ്ളോഗർ സിജോ. അപ്പം എല്ലാരും ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. താങ്ക് യു. അപ്പം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.